പ്രിയപ്പെട്ടവരെ, മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. പെരിയ കൊലക്കേസ് പ്രതിയുടെ വീട് സന്ദർശന വിവാദത്തിൽ പാർട്ടി അന്വേഷണ റിപ്പോർട്ട് KPCCക്ക് കൈമാറി. പെരിയ രക്തസാക്ഷി കുടുംബത്തെ സംരക്ഷിക്കുന്നതിൽ പാർട്ടി ജില്ലാ നേതൃത്വത്തിന് വീഴ്ചയെന്നാണ് റിപ്പോർട്ടിൽ പരാമർശം. പ്രതിയുടെ വീട്ടിൽ കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചത് ഗുരുതര തെറ്റെന്നും പ്രവർത്തകരുടെ ആത്മവീര്യം തകർക്കുന്ന നടപടിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിയുടെ വീട് സന്ദർശിച്ച നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിക്കണം. പെരിയ സംഘർഷ കേസ് നടത്തിപ്പിലും നേതൃത്വത്തിന് വീഴ്ചയെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. PM നിയാസ്, N സുബ്രഹ്മണ്യൻ എന്നിവർക്കായിരുന്നു അന്വേഷണ ചുമതല. റോഷിപ്പാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. റോഷിപ്പാൽ, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് റിപ്പോർട്ട് ഈ പറയുന്ന പ്രതികളുടെ വീട് സന്ദർശിച്ച നേതാക്കൾക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും പെരിയ വിവാദം, ആ വിവാദത്തെ തുടർന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് കേസ് നടത്തുന്നതിലടക്കം വീഴ്ച സംഭവിച്ചു എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായിട്ടല്ലേ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്? അരുൺകുമാർ, പെരിയ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാര ചടങ്ങിലാണ് പ്രധാനപ്പെട്ട പ്രാദേശിക KPCC നേതാക്കളടക്കം പങ്കെടുത്തത്. അത് വിവാദമായതിന് പിന്നാലെയാണ് KPCC നേതൃത്വം നടപടിയെടുക്കുകയും അന്വേഷണ കമ്മീഷനെ നിയമിക്കുകയും ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്, രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യൻ എന്നിവരാണ് അന്വേഷണ സമിതി അംഗങ്ങൾ. കഴിഞ്ഞ ദിവസം അവർ റിപ്പോർട്ട് KPCC അധ്യക്ഷൻ K സുധാകരന് കൈമാറി. ആ റിപ്പോർട്ടിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശങ്ങൾ. ഈ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ നേതാക്കൾ പങ്കെടുത്തത് ഗുരുതരമായ തെറ്റാണ്. അതുകൊണ്ട് തന്നെ വലിയ നടപടി ഇവർക്കെതിരെ ഉണ്ടാകണം എന്ന നിർദ്ദേശമാണ് പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, ഈ പെരിയ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട അവിടെ ഉണ്ടായ രാഷ്ട്രീയ സംഘർഷത്തിൽ നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതികളായിട്ടുണ്ട്. ഈ കേസ് നടത്തിപ്പിലൊക്കെ വലിയ വീഴ്ച ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് സംഭവിച്ചു. പെരിയ രക്തസാക്ഷി കുടുംബത്തെ പോലും കൃത്യമായി സംരക്ഷിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു. അവരുടെ കുടുംബത്തെ ആദ്യഘട്ടത്തിൽ സഹായിച്ചു. അതിൽ കൃപേഷിൻ്റെ വീട് നിർമ്മിച്ചു നൽകി, അവർക്ക് സാമ്പത്തിക സഹായം നൽകി. ഒപ്പം ശരത്തിൻ്റെ സഹോദരിയുടെ വിവാഹ ചടങ്ങ് ഉൾപ്പെടെ നടത്തിയെങ്കിൽ പോലും കൃത്യമായി രക്തസാക്ഷി കുടുംബത്തെ അവരെ കൃത്യമായി സന്ദർശിക്കുകയും അവരുടെ ദൈനംദിന കാര്യങ്ങളിലടക്കം എന്തെങ്കിലും സഹായം പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിലടക്കം ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചു എന്നാണ് പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ അത് മാത്രവുമല്ല, കാസർഗോഡ് ജില്ലയിലുള്ള രക്തസാക്ഷി കുടുംബങ്ങളെ, പ്രധാനപ്പെട്ട രക്തസാക്ഷി കുടുംബങ്ങളെ ജില്ലാ നേതൃത്വം കൃത്യമായി അവഗണിക്കുന്നു എന്നും പരാതികൾ ഈ അന്വേഷണ കമ്മീഷന് മുന്നിൽ വന്നിട്ടുണ്ട്. അത് 25 രക്തസാക്ഷികളാണ് കോൺഗ്രസിന്റെ കണക്കിൽ കാസർഗോഡുള്ളത്. ബദിയുടുക്ക ഉൾപ്പെടെ 7 രക്തസാക്ഷികളുള്ള പ്രദേശമാണ്. ചീമേനി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുണ്ട്. അവിടെയുള്ള പല രക്തസാക്ഷി കുടുംബങ്ങളുമായി ദീർഘകാലമായി കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന് ബന്ധമില്ല എന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. ഇപ്പോൾ കല്യാട്ട് പെരിയ രക്തസാക്ഷി കുടുംബം മാത്രമാണ് അവിടെ പ്രാദേശികമായി ഒരു കമ്മിറ്റി അവിടെ കേസ് നടത്തിപ്പിനുള്ള. അതിനപ്പുറത്തേക്ക് ജില്ലാ നേതൃത്വം ഇടപെടുന്നില്ല. അതുകൊണ്ട് തന്നെ KPCC നേതൃത്വത്തിൽ രക്തസാക്ഷി കുടുംബങ്ങളെ അവരെ പരിഗണിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകാനും ഒരു പ്രത്യേക സമിതിയെ നിയമിക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി ഈ പെരിയ അന്വേഷണ സമിതി നൽകിയ റിപ്പോർട്ടിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്.